ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രഭാതവചന ധ്യാനത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയംഗമമായ സ്വാഗതം. കഷ്ടതയുടെ നടുവിൽ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുന്നതായി എത്ര പേരുണ്ട്? മരണത്തെ നോക്കി പുഞ്ചിരിക്കുവാൻ എത്ര പേർക്ക് സാധിക്കും? എല്ലാറ്റിൻ്റെയും അവസാനം മരണമാണെന്ന് ആളുകൾ ചിന്തിക്കുമ്പോൾ, അതെ, കഷ്ടത എന്ന് പറയുന്നത് ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്നതായ ചില ദുർബലതയാണെന്നും മനുഷ്യനെ പരിഹസിക്കുന്നതാണെന്നും ചില യുക്തിവാദികൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഇവിടെ ഇതാ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയും അതിനനുസരിച്ച് മുൻപോട്ട് പോവുകയും ചെയ്യുന്നതായ ആളുകൾ, അവരെയാണ് വിശ്വാസികൾ എന്ന് പറയുന്നത്. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായി ഒരു വേദഭാഗം എടുക്കാം. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ളതായ വേദഭാഗങ്ങൾ. എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. വിശ്വാസവീരനായിരുന്ന ജോൺ വെസ്ലി വളരെ കുശാഗ്രബുദ്ധിയായ ഒരു വ്യക്തിത്വമായിരുന്നു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ 21-ാമത്തെ വയസ്സിൽ ബിരുദം സമ്പാദിച്ചതായ മനുഷ്യൻ. അദ്ദേഹം ഏത് തത്വചിന്തയുടെയും ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ കഴിവുള്ള വ്യക്തിത്വമായിരുന്നു. എന്നാൽ ചില ആശയങ്ങളെയെല്ലാം, ദൈവികമായ ചില ആശയങ്ങളെയെല്ലാം, അതെ, നിന്ദാപൂർവമായിരിക്കുന്നതായ സമീപനത്തോടെ കാണുകയും അതിനെ അപ്രകാരം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതായ ഒരു രീതി അദ്ദേഹത്തിന് മുൻപ് ഉണ്ടായിരുന്നു. എന്നാൽ അതിനെ ആകപ്പാടെ മാറ്റിമറിച്ചതായ ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായി. ഒരിക്കൽ ജോൺ വെസ്ലി ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു ചുമട്ടുതൊഴിലാളിയായ മനുഷ്യൻ, അദ്ദേഹം കീറിപ്പറിഞ്ഞതായ ഒരു കോട്ടുമിട്ട് കൊടും തണുപ്പിൽ നിൽക്കുകയാണ്. എങ്കിലും അദ്ദേഹത്തിൻ്റെ മുഖത്ത് സംതൃപ്തിയും സന്തോഷവും ദൈവത്തോടുള്ളതായ നന്ദിയുമെല്ലാം പ്രതിഫലിച്ചു നിൽക്കുമ്പോൾ, അദ്ദേഹം ചോദിച്ചതായ, ജോൺ വെസ്ലി ആ മനുഷ്യനോട് ചോദിച്ചതായ ഒരു ചോദ്യമുണ്ട്. ഇത്രയും പരമ ദരിദ്രനായി കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് ദൈവത്തോട് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും നന്ദിയും സന്തോഷവും കൃതജ്ഞതയും? ആ മനുഷ്യൻ പറഞ്ഞു, 4 കാര്യങ്ങൾക്കാണ് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നത്. 1, എനിക്ക് ജീവൻ തന്നവനാണ് സർവശക്തനായ ദൈവം. 2, ദൈവത്തെ സ്നേഹിക്കുവാനുള്ള ഒരു ഹൃദയം തന്നവനാണ് എൻ്റെ ദൈവം. ദൈവത്തെ സേവിക്കുവാനുള്ളതായ ആഗ്രഹം തന്നവനാണ് എൻ്റെ ദൈവം. ഒരു അസ്തിത്വം തന്നവനാണ് എൻ്റെ കർത്താവ്. അതുകൊണ്ട് എനിക്ക് ലഭിച്ചതെല്ലാം ഞാൻ സംതൃപ്തനാണ്. ഞാൻ എൻ്റെ ദൈവത്തെ എൻ്റെ മരണം വരെയും സേവിക്കും. ജോൺ വെസ്ലിയെ ആ ഉത്തരങ്ങൾ ഞെട്ടിച്ചു കളഞ്ഞു. അതുവരെയും അദ്ദേഹത്തിനുണ്ടായിരുന്നതായ ചിന്താഗതി, ഭൗതികമായ സമ്പത്തുക്കൾ മാത്രമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹമെന്ന് അദ്ദേഹം ചിന്തിച്ചിരുന്നതായ സ്ഥാനത്താണ് അദ്ദേഹത്തിൻ്റെ ചിന്താഗതികളെ മാറ്റിമറിക്കുന്നതായ ഒരു തത്വം ഒരു പാവപ്പെട്ട ചുമട്ടുതൊഴിലാളിയിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചത്. പ്രിയമുള്ളവരെ, നാം വായിച്ചതായ വേദഭാഗത്ത് ഇങ്ങനെ പറയുന്നു, എപ്പോഴും സന്തോഷിപ്പിൻ. പുറമെയുള്ളതായ അനുഭവങ്ങളിൽ നാം ദുഃഖിതരായിരിക്കുമ്പോഴും വളരെ കഷ്ടതയുടെ നടുവിലൂടെ പോകുമ്പോഴും ഒരു ദൈവ പൈതലിൻ്റെ ഹൃദയത്തിനകത്ത് വലിയ സന്തോഷമായിരിക്കും. കാരണം ദൈവവുമായിട്ട് ആ ഹൃദയം എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്, ആശയവിനിമയം നടത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അത് ആ വ്യക്തിത്വത്തെ വളരെ സ്വാധീനിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നു. എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ. പ്രാർത്ഥനാമുറി വേണം, പ്രാർത്ഥനയ്ക്കുള്ള സാഹചര്യങ്ങൾ വേണം, സൗകര്യം വേണമെന്ന് ആളുകൾ വാശി പിടിക്കുമ്പോൾ, ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഉണ്ണുമ്പോഴും ജോലി ചെയ്യുമ്പോഴും എല്ലാം ഹൃദയം കൊണ്ട് ആ വ്യക്തിത്വം ദൈവവുമായിട്ട് എപ്പോഴും പ്രാർത്ഥനയിൽ തന്നെയായിരിക്കും, സജീവമായിരിക്കും. 3-ാമത് അവിടെ പറയുന്നത്, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. കഷ്ടത വരുത്തിയാലും, സങ്കടം വന്നാലും, അനുഗ്രഹം വന്നാലും, നന്മ വന്നാലും ദൈവത്തിന് സ്തോത്രം, അതിന് മാറ്റമില്ല. ഇതല്ലോ ക്രിസ്തുയേശുവിൽ നിങ്ങളെക്കുറിച്ചുള്ളതായ ദൈവേഷ്ടം. ഇതാണ് പൗലോസ് താൻ പ്രാപിച്ചതായ ആ ദൈവവചനത്തിൻ്റെ ആഴം മറ്റുള്ളവർക്ക് പകർന്ന് നൽകുന്നത്. നമുക്ക് ഈ ദിവസങ്ങളിൽ ഏതൊരു സാഹചര്യത്തിലും ദൈവത്തെ സേവിക്കാം. പരിശുദ്ധ പിതാവേ, നിങ്ങളുടെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതവും പകലും അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.